ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ഹാപ്പി ബീറ്റ്സ് TV. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ പോലെ ഇന്ന് നമുക്കൊരു അടിപൊളി വീഡിയോയിൽ കിടക്കാം. എന്താ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ നാട്ടിൽ വന്നിട്ടുള്ള ഫസ്റ്റ് നമ്മളുടെ വീഡിയോ ആണ്. ഇവിടെ വന്നിട്ട് ഞാൻ ചെയ്തിട്ടില്ല വീഡിയോ ഇതുവരെ. അപ്പോൾ എന്തായാലും നമ്മൾ നാട്ടിലോട്ട് വരുന്നൊരു വീഡിയോ തന്നെ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നാട്ടിലോട്ട് കുറേ ദിവസം ഞാൻ പറഞ്ഞല്ലോ ബിസി ആയിരുന്നു. നാട്ടിലോട്ട് പോകാനുള്ള പർച്ചേസിങ്ങും ഓട്ടവും അതിൻ്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് ബിസി ആയിരുന്നു. അപ്പോൾ എന്തായാലും കുറേ നാൾക്ക് ശേഷം നാട്ടിലേക്ക് വരികയാണ്. മോളിപ്പോൾ തീരെ കുഞ്ഞായിരുന്ന സമയത്താണ് വന്നത്. അപ്പോൾ ഫ്ലൈറ്റിൽ കയറി ഓർമ്മയൊന്നും ആൾക്കില്ല. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ തിരിച്ച് നാട്ടിലോട്ട് പോകണമെന്നാണ്. അപ്പോൾ ഈ ഫ്ലൈറ്റ് യാത്ര കുഞ്ഞിനും ഒരു നല്ല ഓർമ്മയായിരിക്കും. അപ്പോൾ അനിയനാണ് കൊണ്ടുവിടാൻ വന്നത്. അപ്പം അവൻ മമ്മിക്ക് ഒരു ഉമ്മ കൊടുത്തേക്കെന്ന് പറഞ്ഞാൽ കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ തന്നു. അപ്പം അവന് കുറേ നാളായിട്ട് നമ്മളെ മിസ് ചെയ്യാൻ പോകുമല്ലേ. അപ്പം ഞാനൊരു ഇതൊക്കെ അവൻ ചുമ്മാ എടുപ്പിച്ചാണ് കേട്ടോ. അപ്പോൾ നമ്മളിനി ബാഗേജ് ചെക്ക് ഇൻ ചെയ്യാൻ പോവുകയാണ്. എല്ലാം ബാഗേജൊക്കെ കൊടുത്തു. ഇതാണ് നമ്മളുടെ എയർപോർട്ട്. ഒരു വലിയ എയർപോർട്ടാണ്, നല്ല അടിപൊളി എയർപോർട്ടാണ്. അവിടെ എല്ലാ ഫ്ലൈറ്റൊക്കെ നിരയായിട്ട് വന്നും പോയിക്കൊണ്ടും ഇരിക്കുന്നുണ്ട്. കുറേ കിടപ്പുണ്ട്, നല്ല രസമാണ്. ഇതിപ്പോൾ എയർപോർട്ടിൻ്റെ ഉൾവശമാണ്. നമ്മൾ ചെക്ക് ഇൻ ചെയ്തു. ഇനി ഇത്തിരി നടപ്പുണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല നടപ്പുണ്ട്. ഇപ്പോൾ കുറേ സ്ഥലത്തൊന്നും നമ്മളുടെ വീഡിയോ അല്ലെങ്കിൽ ക്യാമറയൊക്കെ റെസ്ട്രിക്റ്റഡ് ആണ്. അതുകൊണ്ട് കുറേ കാര്യങ്ങളൊന്നും നമുക്ക് അകത്തുള്ള ഓരോരോ ഇതൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. നമ്മളിനി അകത്തേക്ക് പോവുകയാണ്. ഇനി നമുക്കൊരു മെട്രോ പോലത്തെ ഒരു ലിങ്ക് ഉണ്ട്. ഇതിപ്പോൾ എയർപോർട്ടിൻ്റെ ഉൾവശമാണ്. ആളുടെ ബാഗൊക്കെ എനിക്ക് മടുത്തു. ആൾക്ക് ഉറക്കം വരുന്നുണ്ട്. അപ്പോൾ എൻ്റെ തന്നു. ഇനി മമ്മി ഇനി പിടിച്ചാൽ മതി, ഞാൻ പിടിക്കണില്ല എന്ന് പറഞ്ഞ് എൻ്റെ തന്നു. ആളിപ്പോൾ ഉറക്കമൊക്കെ വന്ന് ഇങ്ങനെ പതിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ എന്ന് വെച്ചാൽ നമ്മളിനി അകത്ത് പോകേണ്ടത് ഒരു മെട്രോ പോലത്തെ ഒരു എന്താ പറയുക, അതുപോലെ തന്നെ ഒരു നമ്മുടെ എയർപോർട്ടിലേക്കുള്ളൊരു ലിങ്കാണ്. ഇതിൽ കയറിയിട്ട് വേണം നമുക്ക് നമ്മളുടെ അടുത്ത സ്ഥലത്തേക്ക് പോകാനായിട്ട്. ഇമിഗ്രേഷനിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇതിൽ കയറണം. അതുപോലെ തന്നെ ഫ്ലൈറ്റ് ഇറങ്ങിയിട്ടുണ്ടെങ്കിലും നമ്മൾ മെട്രോയിൽ കയറിയിട്ടുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എക്സിറ്റ് ആകാൻ പറ്റുള്ളൂ. മെട്രോ മീൻസ് ഇതുപോലത്തെ ഒരു മെട്രോ പോലെ തന്നെ ഒരെണ്ണമാണിത്. ഒരു എന്താ പറയുക, കാറിനോ മെട്രോ പോലെ തന്നെ ലിങ്കാണ്. ഇതുപോലെ തന്നെ ട്രാവൽ ചെയ്യണ ഒന്നാണ്. അപ്പോൾ എല്ലാവരും ഇതിൽ കയറിയിട്ട് വേണം പോകാനായിട്ട്. ഓപ്പോസിറ്റ് സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വന്നും പോയിക്കൊണ്ടിരിപ്പുണ്ട്. അപ്പുറത്ത് നമുക്ക് ഒരു സൈഡിൽ നമുക്ക് എയർപോർട്ടിൽ ഇങ്ങനെ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്യണതും വരുന്നതും പോണതൊക്കെ കാണാൻ പറ്റും. അപ്പോൾ നമ്മൾ ഇനി എമിഗ്രേഷനിലേക്ക് പോവുകയാണ്. ഇങ്ങോട്ട് തിരിച്ച് എക്സിറ്റ് ആവുന്ന ആൾക്കാരൊക്കെ അവിടെ നിൽപ്പുണ്ട്. അപ്പോൾ നമുക്കിവിടെ ഇറങ്ങാം. എമിഗ്രേഷനൊന്നും എനിക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കേട്ടോ. അവിടെയൊക്കെ വീഡിയോ റെസ്ട്രിക്റ്റഡ് ആണ്. ക്യാമറയൊക്കെ ഓഫ് ചെയ്യാൻ എഴുതിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഞാൻ ഓഫ് ചെയ്തു. അത് കഴിഞ്ഞിട്ട് നമ്മളിവിടെ ഇറങ്ങിയിട്ട് അവിടെ നിന്നും ഇച്ചിരി നടപ്പുണ്ട്. ദുബായിൽ ഇച്ചിരി നടപ്പുണ്ട്. ആദ്യമായിട്ട് വരുന്നവരൊക്കെ ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല നടപ്പുണ്ട് ഇതിനകത്തൂടെ. ഇനി ഇവിടെ ഒരു ചെറിയൊരു ഡ്യൂട്ടി ഫ്രീ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. ഇതൊക്കെ ജെൻസിനൊക്കെ ഇഷ്ടപ്പെടുന്നൊരു ഏരിയയാണ് ഇവിടെ. ഇവിടുന്ന് 1-2 ഐറ്റംസൊക്കെ ജസ്റ്റ് വാങ്ങിച്ചു. അതിൻ്റെ ഉൾവശമാണ്. അക്കു ഇതിലേക്കൂടെ ഓടി നടപ്പുണ്ട്. അവിടെയുള്ള ആൾക്കാരോടൊക്കെ സംസാരിച്ചും ആളിങ്ങനെ നടക്കുകയാണ്. അതിൻ്റെ ഉൾവശമാണ്. കാണാൻ ഒരുപാടുണ്ട് കേട്ടോ, ഒത്തിരി ഉണ്ട്. അങ്ങ് ഒരുപാട് ദൂരത്തുണ്ട്. നല്ല രസമാണ് ഇതിനകത്ത് ചുമ്മാ നടന്ന് കാണാൻ തന്നെ രസമുണ്ട്. ഇനി ഇവിടുന്ന് നമ്മൾ ഇനിയൊരു നല്ല അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ നടപ്പുണ്ട്. ഞങ്ങൾ ലേറ്റായെന്ന് വിചാരിച്ചിട്ട് വേഗം പോകുമായിരുന്നു. കാരണം ഒരു 1 hour ഇല്ല. അപ്പോൾ അതിനു മുമ്പ് ഞങ്ങൾ വേഗം നടക്കുമായിരുന്നു. ചിലർ ഓടുന്നുണ്ട്. പക്ഷേ ഫ്ലൈറ്റ് ഡിലേ ആയിരുന്നു കേട്ടോ. ഒരു 45 minutes ഡിലേ ആയിരുന്നു. എന്തായാലും ബോർഡിംഗ് പാസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി അവിടെ ചെന്നപ്പോഴാണ് അനൗൺസ് ചെയ്യണത് ഇത് ഡിലേ ആണ്. 40 minutes ഡിലേ ആണ്. പക്ഷേ അറൗണ്ട് ഒരു 45 minutesോളം ഡിലേ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറേ നേരം അവിടെ തന്നെ വെയിറ്റ് ചെയ്തു. അവിടെ വെച്ച് ഇച്ചിരി ഒരു ഗ്രാൻഡ്മാനെയും കിട്ടി. അക്കുവിനൊപ്പം വർത്താനം പറയാനായിട്ട് അവരുണ്ടായി. അവരോടൊക്കെ സംസാരിച്ചു. അവർക്കൊക്കെ ഇതൊക്കെ ഷെയർ ചെയ്തു. സ്നാക്സൊക്കെ ഷെയർ ചെയ്ത് കുറച്ച് നേരം അവരോട് സംസാരിച്ചൊക്കെ ഇരുന്നു. ഇതാണ് അവർ തൃശ്ശൂരുകാരാണ്. ഒരു അമ്മയും അച്ഛനാണ്. അവർ UK മോളെ കണ്ടിട്ട് വരുന്ന വഴിയാണ്. ഇനിയിപ്പോൾ ബോർഡിങ് നമ്മളിനി ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവാണ്.
പണ്ട് ഒക്കെ ബസ്സിൽ കയറിയിട്ട് ഇങ്ങനെ ഒരു സ്റ്റെപ്പ് പോലെ വെച്ച് കൊടുത്തിട്ട് അങ്ങനെ കയറുമായിരുന്നു. ഇപ്പം അങ്ങനെയല്ല, ഇതിൻ്റെ ഉള്ളിൽ കൂടെ തന്നെ നമുക്ക് പോകാനുള്ളൊരു വേ ഉണ്ട്. അതിലൂടെ അങ്ങനെ നമ്മൾ നടന്ന് നേരെ ഡയറക്റ്റ് നമുക്ക് ഫ്ലൈറ്റിനുള്ളിലേക്ക് കയറാൻ പറ്റും. കണ്ടോ, പുറത്ത് ഈ കിടക്കണതാണ് നമ്മുടെ ഫ്ലൈറ്റ് ലെഫ്റ്റ് സൈഡിലുള്ളത്. അകത്തേക്ക് കയറുകയാണ്. ചില ഏരിയയിലൊന്നും നമ്മൾ ക്യാം യൂസ് ചെയ്യാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ പിന്നെ അകത്തേക്ക് കയറണ ചില വീഡിയോസൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതാ നമ്മുടെ സാധനങ്ങളാണ് കയറ്റിക്കൊണ്ടിരിക്കുന്നത്. ഓരോ സാധനങ്ങളില്ലേ, നമ്മൾ കൊണ്ടുവരുന്ന സാധനങ്ങളൊക്കെ ഇല്ലേ, ആ സാധനങ്ങളൊക്കെ ഇവിടെ ഇങ്ങനെ ആൾക്കാർ കയറ്റിക്കൊണ്ടിരിപ്പുണ്ട് ഫ്ലൈറ്റിനകത്തോട്ട്. റൈറ്റ് സൈഡിൽ കാണാൻ പറ്റും. ഇതാണ് നമ്മുടെ ഫ്ലൈറ്റ്, എയർ ഇന്ത്യയാണ്. അപ്പം എല്ലാം കഴിഞ്ഞു, നമ്മളിനി നമ്മളുടെ ഫ്ലൈറ്റിലേക്ക് കയറാൻ പോവാം. അകത്തേക്ക് കയറാണ്. നമസ്കാരം എന്നൊക്കെ പറഞ്ഞിട്ടാണ് നമ്മൾ അകത്തേക്ക് കയറ്റണേ. അവിടെ നമ്മളുടെ എയർ ഹോസ്റ്റസുമാരും അവരൊക്കെ ഉണ്ട് പുറത്ത്, നമസ്കാരമൊക്കെ പറഞ്ഞ് കയറ്റുന്നത്. അപ്പോൾ അത് കയറിയതാണ് നമ്മുടെ ഫ്ലൈറ്റ്. ഇനി നമ്മളുടെ ടിക്കറ്റിൽ നമ്പർ ഉണ്ടാവുമല്ലോ, നമ്മളുടെ സീറ്റ് കണ്ടുപിടിക്കാം. ഏതായാലും ഒരു മിഡിൽ ഭാഗത്തായിട്ടാണ് സീറ്റ് കിട്ടിയിരിക്കണേ. അതും നമ്മളുടെ വിങ്സിൻ്റെ ഭാഗത്തായിട്ടാണ്. അതുകൊണ്ട് ശരിക്കും എനിക്ക് പുറത്തേക്ക് ശരിക്കും അങ്ങോട്ട് കാണാനുണ്ടായില്ല. പിന്നെ മാത്രമല്ല, ഈവനിങ് ഉച്ച കഴിഞ്ഞുള്ള സമയമാണ്. നമ്മൾ നാട്ടിലെത്തുമ്പോഴത്തേക്കും നന്നായിട്ട് ഇരുട്ടുകയും ചെയ്യും. അങ്ങനെ എനിക്ക് രാത്രിയിലൊന്നും ഷൂട്ട് ചെയ്യാനും പറ്റിയില്ല. കണ്ടോ, നമ്മളുടെ സീറ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മളിനി ബാഗൊക്കെ, നമ്മുടെ ഹാൻഡ് ബാഗൊക്കെ നമുക്ക് മുകളിലെടുത്ത് വയ്ക്കാം. നമ്മുടെ എയർ ഹോസ്റ്റസ് നമ്മൾ സമ്മതിക്കില്ല കേട്ടോ, ഷൂട്ട് ചെയ്യാൻ അവർ സമ്മതിക്കില്ല. നമ്മളെ സീറ്റൊക്കെ കണ്ടുപിടിച്ചു, നമ്മൾ സീറ്റിലിരിക്കുകയാണ്. അക്കൂസ് കാര്യമായ ഫുഡ് കഴിക്കാത്തതുകൊണ്ട് വിശപ്പിലാണ്, അതുകൊണ്ട് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം എന്തെങ്കിലും നമ്മുടെ സീറ്റൊക്കെ കിട്ടിയിട്ടുണ്ട്. ഇനി നെക്സ്റ്റ് എന്ന് വെച്ചാൽ ഇനി കുറേ ഇൻസ്ട്രക്ഷൻസൊക്കെ അവർ തരും. നമ്മൾ കംഫർട്ടബിളായി നമ്മുടെ സീറ്റിലൊക്കെ ഇരുന്നു. ഹായ് 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 ഹായ്. എനിക്ക് ചെറുതായിട്ടൊക്കെ തലവേദന അടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഫുഡ് കഴിച്ചിട്ടില്ല, ലൈറ്റായിട്ടൊക്കെ ഫുഡ് കഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇതാണ് നമ്മൾ പുറത്തെ കാഴ്ചകളൊക്കെ ഇതിൻ്റെ വിൻഡോയിൽ കൂടെ കാണാം. എടുത്തിട്ടില്ല. അപ്പോൾ അതിന് മുമ്പ് അവർ കുറേ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇൻസ്ട്രക്ഷൻസൊക്കെ തരാൻ തുടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നമുക്ക് ടി വിയിൽ കുട്ടികൾക്ക് കാണുന്നുണ്ടെങ്കിൽ അതിലിപ്പോൾ ഇൻസ്ട്രക്ഷൻസാണ് ഓരോ നമുക്ക് എന്തെല്ലാം ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇതിനകത്ത്. ഇപ്പോൾ ആദ്യമായിട്ട് കയറുന്ന ആൾക്കാർക്കാണെന്നുണ്ടെങ്കിലും പ്രോബ്ലം ഒന്നുമില്ല, എല്ലാ കാര്യങ്ങളും അവർ പറഞ്ഞു. ഇപ്പം എന്തെങ്കിലും ഒരു അപകടം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടത്, ഏത് ഡോറിൽ കൂടെയാണ് നമ്മൾ എസ്കേപ്പ് ചെയ്യേണ്ടത്, എങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടത്, ഇൻ കേസ് എന്തെങ്കിലും ഓക്സിജൻ്റെ അഭാവം ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്താ ചെയ്യുക, ഓക്സിജൻ മാസ്ക് എങ്ങനെ ധരിക്കണം, ഇൻ കേസ് ഫ്ലൈറ്റിൽ എന്തെങ്കിലും പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് ഇവാക്യുവേറ്റ് ചെയ്യുന്നതൊക്കെ ഉള്ളത് ഡെമോ ഒക്കെ നമ്മളെ കാണിച്ചു തരികയാണ് ഈ സ്ക്രീനിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതാണ് ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ ജസ്റ്റ് ഇത് നമ്മളുടെ ഫ്ലൈറ്റ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. അതിന് മുമ്പ് റൺവേ കൂടെ ജസ്റ്റ് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സ്ലോയിൽ ഫസ്റ്റ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എല്ലാവരും നമ്മൾ സീറ്റ് ബെൽറ്റ് ധരിക്കാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എൻ്റെ ക്യാമറ കിടന്ന് അനങ്ങുന്നത്. റൺവേ കൂടെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യാനായിട്ട് റെഡി ആയിട്ടുണ്ട്. അപ്പം ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ എന്തായാലും നമുക്കിത് ഫ്ലൈ ചെയ്യും. പക്കു അതിൻ്റെ ത്രില്ലിലാണ്. ഇങ്ങനെയാണ് ആൾക്ക് ഉറക്കവും വരുന്നുണ്ട്, എന്നാലും ഫ്ലൈ ചെയ്യണ കാണുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഉറക്കം പിടിച്ചിരിക്കുകയാണ്. ഇത് മൂവ് ചെയ്തു, മുകളിലോട്ട് ഉയർന്നിട്ടുണ്ട്. വിൻഡോയിൽ ആ തൊട്ട് അടുത്ത് തന്നെയാണ് ഇതിൻ്റെ നമ്മളുടെ വിങ്സിൻ്റെ തൊട്ടിപ്പുറത്താണ് ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ശരിക്കും കാണാൻ പറ്റാത്തില്ല. നിങ്ങളെ നല്ലോണം ഞാൻ കാണിച്ചത് തന്നെ. എന്ത് ചെയ്യാനാ, കണ്ടോ, ഇതിപ്പോൾ കുറച്ച് ഫ്ലൈ ചെയ്ത് മുകളിലെത്തിയിട്ടുണ്ട്. താഴെ നമ്മളെല്ലാം ഇങ്ങനെ ചെറുതായി കൊണ്ടിരിക്കുകയാണ്. കുത്തനെയാണ് പറക്കണതുകൊണ്ട് സീറ്റ് ബെൽറ്റ് ഇട്ടിരിക്കാനായിട്ട് ശരിക്കും എനിക്ക് എഴുന്നേറ്റ് ഇന്ന് ഷൂട്ട് ചെയ്യാനും പറ്റില്ല. നന്നായിട്ട് പൊങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പം നല്ല ഹൈറ്റിലെത്തിയിട്ടുണ്ട്. ബുർജ് ഖലീഫയൊക്കെ നോക്കിയിട്ടുണ്ടെങ്കിൽ താഴെ നിന്ന് കാണാൻ പറ്റും, വളരെ ചെറുതായിട്ട് കാണാൻ പറ്റും. താഴെ കടലുണ്ട്, അത് കാണാൻ പറ്റുന്നുണ്ട്. മേഘങ്ങൾക്കിടയിലൂടെ നമ്മൾ പറക്കുകയാണ്. കണ്ടോ, ബുർജ് ഖലീഫ കാണുന്നതാണ്. ഏറ്റവും ഉയരമുള്ള ബിൽഡിംഗ് അല്ലേ, കുഞ്ഞായിട്ട് താഴെ കാണാൻ പറ്റുന്നുണ്ട്. പക്കൂസ് അതൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് നല്ല ത്രില്ലിലിരിക്കുകയാണ്. കണ്ടോ,
വിങ്സ് ആണോ? അക്കുവിന്റെ വിങ്സ് ആണോ അത്? അക്കുവിന് കളിക്കാനായിട്ട് ഒരു ഗെയിമൊക്കെ ഇട്ട് കൊടുത്തു. ആള് അതും കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ജസ്റ്റ് ഒരു മൂവി സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ തലവേദന എടുക്കുന്നതുകൊണ്ട് കാണാനും പറ്റണില്ല, എന്നാലും കാണാൻ ആഗ്രഹമുണ്ട്. അങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് അവർ ഫസ്റ്റ് നമുക്ക് ജ്യൂസ് കൊണ്ട് തന്നു. ഞാനൊരു ആപ്പിൾ ജ്യൂസ് കുടിച്ചു, അക്കു ഒരു മാംഗോ ജ്യൂസ് കുടിച്ചു, ആളും ഒരു ജ്യൂസ് കുടിച്ചു. പിന്നെ ഒരു ഫുഡ് അത് കഴിഞ്ഞ് നെക്സ്റ്റ് ഫുഡ് കൊണ്ട് തന്നു. നമുക്കൊരു സ്വീറ്റ് ഉണ്ട്, എൻ്റെ കൂടെ ഒരു കുറച്ച് വെജിറ്റബിൾ സലാഡ് ഉണ്ട്, പിന്നെ ബിരിയാണി ഉണ്ട്, കോഫി ഉണ്ട്, വാട്ടറുണ്ട്. നല്ല ഫുഡായിരുന്നു കേട്ടോ. ഒരു എഗ്ഗ് സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നല്ല ടേസ്റ്റിയുള്ള ഫുഡായിരുന്നു. എന്തായാലും നല്ല വിശപ്പുണ്ട്. ലിപ്സ്റ്റിക്കൊക്കെ കളയാൻ ഞാൻ വേഗം കഴിച്ചു. നമ്മളിതേ ഓൾമോസ്റ്റ് മിഡിലായിട്ടുണ്ട്. നമ്മൾ ദൂരം കാണിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ നമുക്കറിയാം എവിടെയായിട്ടുണ്ടെന്ന് അറിയാൻ പറ്റും. ഇറങ്ങിയിട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ എക്സിറ്റ് ആയിട്ടുണ്ട്. ഇവിടെ നല്ലൊരു അടിപൊളി എലിഫൻറ്റിൻ്റെ സ്റ്റാച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ആളത് കണ്ട ഉടനെ എലിഫൻ്റ് എന്ന് പറഞ്ഞിട്ട് ഓടി അതിൻ്റെ അടുത്തോട്ട് പോയി. ഭയങ്കര സന്തോഷമായി. നോക്കിയേ, കണ്ടിട്ട് സർപ്രൈസ് ഉണ്ടോ, കെട്ടിപ്പിടിക്കാന്ന് പറഞ്ഞിട്ട് ഉടനെ. എലിഫൻറ്റിനെ ഭയങ്കര ഇഷ്ടമാണ്. എലിഫൻറ്റിൻ്റെ ആളാണ്. ഇവിടെയുള്ള ഉത്സവത്തിനൊക്കെ പോയി എലിഫൻറ്റിനെ കാണാൻ വേണ്ടി മാത്രമായിട്ട് പോകുന്ന ആളാണ്. കുഞ്ഞിലായ സമയത്ത് അക്കുവിൻ്റെ ഒരു റൂം, എലിഫൻറ്റ് റൂം എന്ന് പറഞ്ഞിട്ട് റൂം തന്നെ ഉണ്ടായിരുന്നു. ഫുള്ള് എലിഫൻറ്റിൻ്റെ ചിത്രങ്ങളൊക്കെ വെച്ചിട്ടാണ്. അപ്പോൾ ഞാനിവിടെ പോസ് ചെയ്ത് ഫോട്ടോ എടുക്കാനാണ് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പോൾ അക്കു ഇതിനൊക്കെ പിടിച്ച് തൊട്ട് നോക്കി ഒക്കെ വളരെ കുറേ നേരം അതിൻ്റെ അടുത്ത് തന്നെ നിന്നു. ഞാൻ ജസ്റ്റ് ഫോട്ടോ ഒക്കെ എടുത്തു നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് കേട്ടോ. അങ്ങനെ ഒരു ആനയുടെ കൂടെ നിന്ന് ഫോട്ടോയും എടുത്തിട്ടുണ്ട്. ഇനി നമ്മളുടെ വണ്ടി വരാനായിട്ട് വെയിറ്റ് ചെയ്യാണ്. കുറച്ച് നേരം നിന്നിട്ടാണ്, കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സിം ഉണ്ടായിരുന്നില്ല കയ്യിൽ. അപ്പോൾ അതുകൊണ്ട് വിളിക്കാനായിട്ടില്ല. പിന്നെ നെറ്റ് നമ്മളുടെ വൈഫൈ കണക്ട് ചെയ്തിട്ട് കോണ്ടാക്ട് ചെയ്തു. അപ്പോൾ അതിനുവേണ്ടി കുറച്ച് നേരം നമ്മൾ വണ്ടിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തു. അവൻ വന്നില്ല, വന്നുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. നമ്മളുടെ തന്നെ ഒരു ബ്രദറാണ് വരുന്നത്, ദാസു. ഞാനതിനകത്ത് അപ്പോൾ അവൻ വരാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. അപ്പോൾ അവനെ കിട്ടി എന്തായാലും. കുറച്ച് നേരം അപ്പോൾ ഇവിടെയൊക്കെ അക്കു ഇതിൽ ഓടി നടന്നു. നമ്മളുടെ എയർപോർട്ടിൻ്റെ പുറവശമാണ്, അല്ല എക്സിറ്റ് ആയിട്ട് നമ്മൾ പുറത്ത് വന്നിരിക്കുകയാണ്. പിന്നെ അത് കഴിഞ്ഞിട്ട് ഒബ്രോൺ മാളിൽ പോയിട്ട്, അത് ഒബ്രോണിലാണ്, അതെ ഒബ്രോണിൽ അവിടെ പോയിട്ട് ഐസ്ക്രീം കഴിക്കാൻ നിൽക്കണമെന്നാണ്. അവിടെ പോയി ഒരല്പം പർച്ചേസ് ഉണ്ടായിരുന്നു, അവിടെ ചെന്ന് പർച്ചേസ് ചെയ്തു. പിന്നെ ഇതേ മോർണിംഗിലുള്ള ഒരു മേക്കപ്പും ഇല്ല, പല്ല് തേച്ചിട്ടില്ല കേട്ടോ. വെറുതെ രാവിലെ എഴുന്നേറ്റുടനെ വന്ന് നമ്മുടെ പുറത്ത് വന്നിട്ടൊരു അയ്യോ കാറ്റ് കൊള്ളാൻ വേണ്ടി ഞങ്ങൾ പുറത്ത് വന്നത്. നമ്മളുടെ തറവളോടുന്നു കായൽ, നമ്മളുടെ ആലപ്പുഴയുടെ സൗന്ദര്യമാണ്. ഞാൻ കൂടുതൽ വീഡിയോസൊക്കെ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. നിങ്ങൾക്ക് ഇതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമായിരിക്കും. ആലപ്പുഴക്കാർക്ക് ഇതൊരു പുതുമയല്ല, പക്ഷേ പുറത്തുള്ള ആൾക്കാർക്ക് ഇത് എന്തായാലും ഒരുപാട് സന്തോഷമാവും. വലിയൊരു കായലുണ്ട്. പിന്നെ നമ്മുടെ കൊച്ചു കൊച്ചു എന്താ പറയുക പറമ്പുകൾ, തൊടിയ, തുമ്പികൾ, പൂമ്പാറ്റകൾ എല്ലാം ഞാൻ കാണിച്ചു തരാം കേട്ടോ. അക്കുവിന് എന്ത് സന്തോഷം വെച്ചാൽ അക്കു പറമ്പിൽ നിന്ന് കയറിയിട്ടേ ഇല്ല, കുറേ നാളായില്ലേ മുറ്റത്തൊക്കെ നടന്നിട്ട്. ഒരുപാട് സന്തോഷം. ഞങ്ങളിവിടെ നിന്നൊരു വലിയ നാടൻ പാട്ടൊക്കെ പാടി പുറത്തൂടെ ഒക്കെ നടക്കുകയാണ്. കൂടുതൽ വീഡിയോസ് ഞാൻ ഇടാട്ടോ. അത് നമ്മളുടെ ഒരു അടിപൊളി അപ്പൂപ്പന്താടിയും കിട്ടിയിട്ടുണ്ട്. വീട്ടിലെ ആൾക്കാർ വീഡിയോ ഒക്കെ കുറേ വീഡിയോ ഒക്കെ പുറകെ ഞാൻ ഇടാം കേട്ടോ. എല്ലാം കൂടെ കണ്ടാൽ നിങ്ങൾക്ക് ബോറടിക്കില്ലേ. അപ്പോൾ എന്തായാലും ഞാൻ വെക്കേഷൻ എൻജോയ് ചെയ്യട്ടെ. എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. അപ്പോൾ എല്ലാവർക്കും ടേക്ക് കെയർ, ബൈ.